പുണ്യാലയം ശ്രേഷ്ഠമാക്കിയുള്ള നാട്ടിലരുളോദയം ത്വഹാമയം ഇങ്കും ലയം അസുഖം സ്വരം ശ്രവിച്ചു ഇങ്കിൽ ജയം കൽബാലയം പുണ്യാലയം ശ്രേഷ്ഠമാക്കിയുള്ള നാട്ടിലരുളോദയം മറിനുള്ള ശംസോടെ മടങ്ങാരനുൽ ചെയ്ത് വീണ്ടും പകൽ പേത്ത് താജരെ മറിനുള്ള ശംസോടെ മടങ്ങാരനുൽ ചെയ്ത് വീണ്ടും പകൽ പേത്ത് താജ മോക്ഷമേഘ രാജ മോജഗരാനേത മോക്ഷമേഘ ഇതിഹാസം ഇഹലോകം കണ്ടറിഞ്ഞോ ഇടനേരെ പ്രപഞ്ചത്തിൻ തേൻ പകർന്നോ ഇതിഹാസം ഇഹലോകം കണ്ടറിഞ്ഞോ ഇടനേരെ പ്രപഞ്ചത്തിൻ തേൻ പകർന്നോ കഅബാലയം പുണ്യാലയം ശ്രേഷ്ഠമാക്കിയുള്ള നാട്ടിലരുളോദയം മനുഷ്യകുലത്തിൻ്റെ മാതൃക കാണിച്ച് വചനം സുവർഗത്തിൽ പാതയായി മനുഷ്യകുലത്തിൻ്റെ മാതൃക കാണിച്ച് വചനം സുവർഗത്തിൽ പാതയായി മോജഗരാം നേതാ മോക്ഷമേഘ രാജ മോജഗരാം നേതാ മോക്ഷമേഘ രാജ കവനങ്ങൾ റസൂലിൻ്റെ മാധുര്യമായി കഥനങ്ങൾ അലിക്കും മാധുര്യമായി കവനങ്ങൾ റസൂലിൻ്റെ നാമങ്ങളായി കഥനങ്ങൾ അലിക്കും മാധുര്യമായി മനസ്സിലകമിലറി മണിയറ പണിത് വെച്ചു ഞാൻ മഹിത ഹബീബോലെ അവിടെ പ്രാർത്ഥിച്ചു ഞാൻ കഅബാലയം പുണ്യാലയം ശ്രേഷ്ഠമാക്കിയുള്ള നാട്ടിലരുളോദയം ത്വഹാമയം ഇങ്കും ലയം അസുഖം സ്വരം ശ്രവിച്ചു ഇങ്കിൽ ജയം ഇരുളുമാറ്റി ഒളിവ് പാറ്റി കരളായ തങ്ങളെ തരുള ഹൃദയമതിരുളിടം നൽകിയിടണേ ഇരുളുമാറ്റി ഒളിവ് പാറ്റി കരളായ തങ്ങളെ തരുള ഹൃദയമതിരുളിടം നൽകി या नबी सलाम या रसूल सलाम या नबी सलाम या रसूल सलाम കഅബാലയം പുണ്യാലയം ശ്രേഷ്ഠമാക്കിയുള്ള നാട്ടിലരുളോദയം കഅബാലയം പുണ്യാലയം ശ്രേഷ്ഠമാക്കിയുള്ള നാട്ടിൽ അരുളോദയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതോടുകൂടെ സീനിയർ വിഭാഗം മദ്ഹ് ഗാനം സമാപിച്ചിരിക്കുന്നു. വേദിയിലെ അടുത്ത മത്സര ഇനം സീനിയർ വിഭാഗം മലയാള പ്രസംഗം വാക്ക് കല. വേദിയിൽ അടുത്ത മത്സര ഇനം ജൂനിയർ വിഭാഗം മലയാള പ്രസംഗം. തണലിനായി എന്നുമോടും താരമേ കാവലായ സെയ്ത് പൂത്തിങ്കളേ സേവനത്തിൻ പൂമരമാ സെയ്ത് സഹനമെന്നത് സമരമാക്കിയ
അഗതികൾക്കാനാഥകൾക്കാശ്വാസമേകിയ തങ്ങള് അറിവ് മുറ്റിയ ലോകമിൽ തിരുവെട്ടമാകും തിങ്കള് അഗതികൾക്കാനാഥകൾക്കാശ്വാസമേകിയ തങ്ങള് ആയിരങ്ങൾ അറിവ് നുകരും സമുച്ചയം അഭയമുണ്ട് അവിടമെന്നും നിശ്ചയം അറിയുമെന്നും ലോകമെങ്ങും നാമമേ കനിവിനായി കാലം കാത്ത ധീരനേ മജ്‌ലിസിന്റെ കാവലാകും പ്രതീകമേ ശൈഖുന അഷ്റഫ് തങ്ങളെന്ന ദീപമേ അഭയമാണ് എന്നും ആചാരമിൽ തണലുണ്ടാകും എന്നും ആ ചില്ലയിൽ അറിയുമെന്നും ലോകമെങ്ങും നാമമേ കനിവിനായി കാലം കാത്ത ധീരനേ മജ്‌ലിസിന്റെ സാരഥി നാഥനേകിയ പൊന്നിധി ലോകർക്കെന്നും കാവലായി കാലത്തിനെന്നും കരുത്തരാ മജ്‌ലിസിന്റെ സാരഥി നാഥനേകിയ പൊന്നിധി ലോകർക്കെന്നും കാവലായി കാലത്തിനെന്നും കരുത്തരാ ആയിരങ്ങൾ അറിവ് നുകരും സമുച്ചയം അഭയമുണ്ട് അവിടമെന്നും നിശ്ചയം ജ്ഞാനമിന്നും നൽകിടും പ്രിയ സയ്യിദേ ശറഫു സാദ തിന്നദാനേതൃത്വമേ തണലിനായി എന്നുമോടും താരമേ കാവലായ സയ്യിദ് പൂത്തിങ്കളേ ഈമാനും അഹദവൻ തന്ന ഇസ്ലാമോ അജഞ്ചലമായ തൗഹീദോ ബദനിൽ കാട്ടിയ ബദരീങ്ങൾ ബദർ പടയോട് കളിക്കല്ലേ ബദർ പടയോട് കളിക്കല്ലേ നീ ബഹ്റാണ് മറക്കല്ലേ ഇബ്ലീസോടി മറിഞ്ഞില്ലേ ഇഫ്രീതന്ന് കരഞ്ഞില്ലേ ചൊല്ലി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്വദ് വിട്ടി അസദുല്ലാഹ് അത് കണ്ടിനെട്ടി അദുവല്ലാഹ് അഹദവൻ തിരു ആമറാലെ അഹദിനെ സ്തുതിച്ചു നബിയുല്ലാഹ് അലി
പുലിയാണെന്നോർത്തിടണേ അസദിന്റെ ഗർജനം കേട്ടിടണേ സയ്യിദ് ഉമറുൽ ഫാറൂഖിന്റെ നിഴൽ കണ്ട് ശൈത്വാൻ ഓടിടുന്നേ ചൊല്ല് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് محي الدين عبد القادر جيلاني غوث الأعظم محي الدين عبد القادر جيلاني غوث الأعظم محي الدين عبد القادر جيلاني غوث الأعظم محي الدين عبد القادر جيلاني കരയുന്ന കണ്ണുകൾ കാണുന്ന ശൈഖല്ലേ കഥനങ്ങൾ തീർക്കുന്ന കുത്തുബുൽ ആമീറല്ലേ ഇടറുന്ന നേരത്ത് തുണയാകും ശൈഖല്ലേ ഈ കാണും മജ്ലിസിൽ ഹളിർ യാ ഗൗസോരെ غوث الأعظم محي الدين عبد القادر جيلاني 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 ബഗ്ദാദിലെ രാജാവേ ഗൗസുൽ അഅ്ലമോരേ ഇടറുന്ന നേരത്ത് തുണയാകും ശൈഖോരേ يا محي الدين عبد القادر جيلاني يا غوث 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 يا محي الدين عبد القادر جيلاني മടവൂരിലെ സുൽത്താനേ മദദേറും കുത്തുബോരേ ഇടറുന്ന الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه وسلم أما بعد സ്നേഹാദരം നിറഞ്ഞ ഉസ്താദുമാരെ, എന്റെ മുത്തുമോമിനികളെ, മുതാലിം സുഹൃത്തുക്കളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ കുട്ടികളും ജനിച്ചു വീഴുന്നത് മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടാണ്. ഇന്നത്തെ സമൂഹം വളരെ അധപതിച്ചു പോയിരിക്കുന്നു. കാരണം കുട്ടികളൊന്ന് കരഞ്ഞാലോ ഭക്ഷണം കഴിച്ചില്ലെങ്കിലോ അവരുടെ കയ്യിൽ മൊബൈൽ ഫോണാണ് മാതാപിതാക്കൾ കൊടുക്കുന്നത്. ആധുനിക സമൂഹം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ കൊണ്ടുള്ള ഉപയോഗം കണ്ണുകൾക്ക് മാത്രമല്ല, മനുഷ്യന്റെ എല്ലാ പ്രവൃത്തിയിലും മനുഷ്യനെ തടയിടുന്ന ഒരു വസ്തുവാണ് മൊബൈൽ ഫോൺ. ഇപ്പോൾ നാം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലത്തെ ഓരോ ആപ്പുകൾ. ഇതുകൊണ്ട് പലർക്കും പലരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് കാരണം പലർക്കും പലരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ സമൂഹം കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ്. ജനങ്ങൾക്ക് ഉപകാരവും ഉപദ്രവവും ഉണ്ട്. കാരണം കുട്ടികളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നെക്സ്റ്റ് ലെറ്റർ ബി. വിഷയം ഓൺലൈൻ ആപ്പുകൾ തകർത്ത് കളയുന്ന ജീവിതങ്ങൾ.
السلام عليكم بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ ഈ വേദിയിൽ ഓൺലൈൻ ആപ്പുകൾ തകർന്ന ജീവിതങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ അല്പം സംസാരിക്കാൻ ആദം തുണക്കുമാറാകട്ടെ ആമീൻ ലോകം മുഴുവനും കോവിഡ് എന്ന മഹാമാരിയുടെ പിടിയിൽപ്പെട്ടപ്പോഴാണ് ജോലിയും പഠനം തുടങ്ങി ആവശ്യങ്ങൾക്കുമായി ബദൽ മാർഗമായി ഓൺലൈൻ സ്വീകരിക്കുന്നത് ഇന്ന് നിത്യജീവിതത്തിൽ എടുത്തു മാറ്റാനാവാത്ത വിധമാണ് ഓൺലൈൻ മനുഷ്യർ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു സമയവും ലാഭം എവിടെ നിന്ന് പഠിക്കാനുള്ള സൗകര്യം ഓൺലൈൻ സാധ്യതകളിൽ പെട്ടതാണ് ഇത്രയും സാധ്യതകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ വേണ്ടതുപോലെ ഉപയോഗിക്കാതെ നമുക്ക് കഴിയുന്നതാണ് എറണാകുളം ജില്ലയിൽ ഒരു കുടുംബയുടെ 4 പേർ ആത്മഹത്യ ചെയ്തതായി പത്രത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ അതിന് കാരണമായി നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് ഓൺലൈൻ ലോൺ ആപ്പുകളിൽ അതുപോലെ തന്നെ ഓൺലൈൻ ലഹരി മാഫിയകളുടെ സംഘത്തിൽ ചേർന്നുകൊണ്ട് വീട്ടുകാർ പോലെ അറിയാതെ ചേർന്നുകൊണ്ട് ഇന്ന് നിത്യ കാഴ്ചയാണ് നമുക്ക് കാണുന്നത് പണവും കണ്ടെത്താൻ നിരവധി ആപ്പുകളിലൂടെ സമയവും നഷ്ടവും ഇന്ന് പതിവാണ് അതുപോലെ തന്നെ ധാരാളം ഗെയിമിംഗ് ആപ്പുകൾ ഓൺലൈൻ തകർന്ന് കാഴ്ച നാം കാണുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതാണ് അനിവാര്യമാണ് ഇതുപോലെ തന്നെ ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കണം വീട്ടുകാർ കുട്ടികളോട് അമിതുപയോഗവും കാരണമാണ് കുടുംബത്തിനോടൊപ്പം ജീവിക്കാൻ പഠിക്കുകയും വേണം അവരെ പിന്തുടരാൻ പറ്റുന്ന ആപ്പുകളുടെ വേണം ഫോളോ അപ്പ് ചെയ്യുകയും വേണം ഇത്രയും ചെയ്താൽ ഒരു പ്രതിഫലം ഓൺലൈൻ ആപ്പുകളുടെ തകർന്നു ഇത്രയും പറഞ്ഞ് വാക്കുകൾ ചേർക്കുന്നു വാഹിരദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും നെക്സ്റ്റ് ലെറ്റർ സി വിഷയം ഇസ്ലാം മനുഷ്യനെ കണ്ട ദർശനങ്ങൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു بسم الله والحمد لله الصلاة والسلام على أشرف وعلى آله وصحبه أجمعين أما بعد ഏറ്റവും ബഹുമാനാദരമായ ഉസ്താദ്മാരെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന മുഅല്ലിം സുഹൃത്തുക്കളെ മൂല്യവത്തായ കൽക്കൽ പെയ്തിറങ്ങുന്ന ഈ മഹനീയ വേദിയിൽ ഇസ്ലാം മനുഷ്യനെ കണ്ട ദർശനങ്ങൾ എന്ന വിഷയത്തെ കുറിച്ച് അല്പം സംസാരിക്കാം യാതൊരു തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ ഇസ്ലാം എന്നുള്ളത് ലളിതമായ മതമാണ് ഇസ്ലാമിന്റെ പ്രായോഗിക രീതികൾ മറ്റു മതങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് 1759 പൊട്ടിപ്പുറപ്പെട്ട ഫ്രഞ്ച് വിപ്ലവമാണ് ലോകത്ത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ആശയം കൊണ്ടുവന്നത് എന്ന് ചിലർ വിളിച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾ തന്നെ അത് ഇസ്ലാം സമൂഹത്തിന് ഒളിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബന്ധമെന്ന പരിവർത്തനമില്ല എന്ന സൂക്തം സമത്വത്തെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് വ്യക്തമാക്കുന്നത് ബന്ധുക്കളാണെങ്കിലും പോലും സംസാരിക്കുമ്പോൾ നീതി പാലിക്കണമെന്ന സൂക്തം സാമൂഹിക നീതി ഒളിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങളിൽ ഓരോരുത്തരും ചീർപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണ് സൂക്ഷ്മത കൊണ്ടല്ലാതെ ഒരു അറബിക്ക് മറ്റൊരു ശ്രേഷ്ഠതയില്ല എന്ന തിരുവചനം സമത്വത്തെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് വ്യക്തമാക്കുന്നത് ഇപ്രകാരം മേൽ സൂചിപ്പിച്ച കാര്യങ്ങളെ കുറിച്ചല്ല കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്ലാം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ മതങ്ങളിലും ചെയ്യാനും നന്മ വരിയാനുമാണ് കൽപ്പിക്കുന്നത് എന്നാൽ അത് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഒരു വശം കൂടിയാണ് ഇസ്ലാം കാണിച്ചു കൊടുത്തിട്ടുള്ളത് ഉദാഹരണത്തിൽ മോഷണം പാടില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ ദാരിദ്ര്യം സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ എല്ലാവർക്കും സകാത്ത് കൊടുക്കാൻ കൽപ്പിച്ചു ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും മനുഷ്യന്റെ സ്വഭാവം പ്രകൃതം കണക്കിലെടുത്തുകൊണ്ട് മനഃശാസ്ത്രപരമായ നിലപാടാണ് ഇസ്ലാം സ്വീകരിച്ചത് അതുകൊണ്ട് നാം ഇസ്ലാം എന്ന മതത്തിൽ ഉറച്ചു നിൽക്കണം ഇത്തരം പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
അതെ 1789 പൊട്ടിപ്പുറപ്പെട്ട ഫ്രഞ്ച് വിപ്ലവമല്ല ലോകത്തിന് സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും പഠിപ്പിച്ചു കൊടുത്തത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖാത്തിം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ദീനി ഇസ്ലാമിന്റെ പ്രബോധന കാലത്ത് തന്നെ സ്വാതന്ത്ര്യവും സമത്വവും കുറിച്ചുള്ള പാഠങ്ങൾ ലോകത്തിന് പകർന്നു നൽകിയിട്ടുണ്ട്. മൂല്യവത്തായ കലകളാൽ ധാർമ്മിക ബോധങ്ങൾ സമൂഹത്തിൽ ചെലുത്തുകയാണ് ഇവിടെ.